സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 8 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമുണ്ട്. ഇന്ദുലേഖ രേണു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇന്ദു, മഴ മാറുന്നില്ല, മഴ ഇനിയും കനക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് ഓഗസ്റ്റ് 6 ശേഷം വീണ്ടും കനക്കുന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഇത് ഓഗസ്റ്റ് 4 നമുക്ക് മുൻപിലേക്ക് വരുന്ന കനത്ത അലേർട്ടുകൾ തന്നെയാണ്. ഏതൊക്കെ ജില്ലകളിൽ ജാഗ്രത പാലിക്കണം? അക്ഷയ, നമുക്കിങ്ങനെ കാലാവസ്ഥ മുൻപേ കൂട്ടി പ്രവചിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്കാണ് ഇപ്പോൾ 8 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പിന്നെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ്. പിന്നീട് 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും അതുപോലെ തന്നെ 2 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. യെല്ലോ അലേർട്ട് തിരുവനന്തപുരത്തും കൊല്ലത്തും മാത്രമാണ്. അതിനുശേഷം ഇനി നാളത്തെ കാര്യം പറയുകയാണെങ്കിൽ നാളെ ഇതുപോലെ 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം വരുമ്പോൾ 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണുള്ളത്. അതായത് ഇനി വരുന്ന ദിവസങ്ങളിലും വരുന്ന മണിക്കൂറുകളിലും ജാഗ്രതയോടെ ഇരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഭയപ്പെടുത്താനായി പറയുകയല്ല. പക്ഷേ ഈ റെഡ് അലേർട്ട് ഉള്ള ജില്ലകളൊക്കെ, പ്രത്യേകിച്ച് അങ്ങ് വടക്കേക്ക് പോവുകയാണെങ്കിൽ അതിതീവ്രമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വെള്ളം പൊങ്ങുവാനും മണ്ണിടിയുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും അവസ്ഥ നമ്മളുടെ ചുറ്റുവട്ടത്തുമുള്ള പ്രദേശങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ വേണ്ട വിധത്തിലുള്ള കരുതലുകൾ എടുക്കണമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, അത് എങ്ങോട്ടേലും മാറി താമസിക്കാൻ, ബന്ധുക്കളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ക്യാമ്പുകളിലേക്കോ ഒക്കെ മാറി താമസിക്കാൻ സൗകര്യമുള്ളവർ അങ്ങനെ ചെയ്യുന്നതാകും ഏറ്റവും ഉചിതമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുകയാണ്. മാത്രമല്ല, ഈ മഴയോടുകൂടി ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തീരദേശ പ്രദേശത്ത് താമസിക്കുന്നവരും മലയോര മേഖലയിലുള്ളവരും പ്രത്യേകം ജാഗ്രത പാലിക്കണം. ഈ പറഞ്ഞതുപോലെ തന്നെ അപകടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞത്താണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്നിപ്പം തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ യെല്ലോ അലേർട്ട് ആയതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് വലിയ നിബന്ധനകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തൊഴിലാളികളൊക്കെ മത്സ്യബന്ധനത്തിനായി കടലിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അടുത്ത 2 ദിവസങ്ങളിൽ അങ്ങനെ ആവില്ല. ഇപ്പോൾ ഈ തിരമാല അടിച്ചു കയറുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയമുണ്ടാകുന്നുണ്ട്. കാരണം അത്ര ഉയരത്തിൽ, അത്ര ശക്തിയിലാണ് തിരമാലകൾ ഇങ്ങനെ കടൽ ക്ഷോഭിക്കുന്നത് പോലെ തന്നെ ഇത്ര ശക്തിയിൽ ഇങ്ങനെ അടിച്ചു കയറുകയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ജാഗ്രത പുലർത്തണം. വിനോദസഞ്ചാരത്തിനായി ഈ 2 ദിവസത്തേക്ക് ആരും എങ്ങോട്ടും പുറപ്പെടാതിരിക്കുന്നതാവും നല്ലത്. പ്രത്യേകിച്ച് വീട്ടിൽ എത്രത്തോളം സുരക്ഷിതരായി ഇരിക്കാൻ കഴിയുമോ അത്രത്തോളം ഇരിക്കുക. വീട് സുരക്ഷിതമല്ല. സ്വാഭാവികമായിട്ടും വിനോദസഞ്ചാര മേഖലകളിൽ പലയിടങ്ങളിലും നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിനോദസഞ്ചാരം എന്നുള്ളതല്ല, അതിലേക്ക് രണ്ടാമത്തെ കാര്യം, അതിലേക്ക് പുറപ്പെടുന്നതിനപ്പുറത്തേക്ക് കൂടുതൽ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്.